നമസ്കാരം. മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം. കഴിഞ്ഞ രാത്രി മോൺട്രിയലിലെ തെരുവുകളിൽ ഞങ്ങൾ കണ്ടത് ഭയാനകമായ കാഴ്ചകളായിരുന്നു. ശനിയാഴ്ച ജസ്റ്റിൻ ട്രൂഡോ എന്ന കനേഡിയൻ പ്രധാനമന്ത്രി പറഞ്ഞ വാക്കുകൾ. ഭയപ്പെടുത്തൽ, യഹൂദവിരുദ്ധ പ്രവർത്തനങ്ങൾ, അക്രമം എവിടെ കണ്ടാലും അത് അവസാനിപ്പിക്കണമെന്നാണ് കാനഡയുടെ പ്രധാനമന്ത്രി ആഹ്വാനം ചെയ്തത്. മോൺട്രിയലിലെ തെരുവിൽ വെള്ളിയാഴ്ച രാത്രി പലസ്തീൻ അനുകൂലികൾ നടത്തിയ പ്രതിഷേധം അക്രമത്തിലേക്ക് വഴിതെറ്റി. അക്രമാസക്തമായ പലസ്തീൻ അനുകൂല പ്രകടനത്തിന് ശേഷം പ്രതിഷേധക്കാർ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ കോലം കത്തിച്ചു. കാനഡയുടെ സർക്കാർ ജൂതവിരുദ്ധത വച്ചുപൊറുപ്പിക്കില്ല എന്ന് ജസ്റ്റിൻ ട്രൂഡോ പ്രതികരിച്ചു. സമീപ ദിവസങ്ങളിൽ കാനഡയിൽ കാണുന്നത് സമാനതകളില്ലാത്ത ജൂതവിരുദ്ധത. വിദ്യാഭ്യാസത്തിനായി കാനഡയിലേക്ക് കുടിയേറിയ വിദ്യാർത്ഥി സമൂഹത്തിൽ നിന്നുള്ളവരാണ് പ്രതിഷേധ പ്രകടനങ്ങളിൽ പങ്കെടുത്തവരിലധികവും. അവർ മോൺട്രിയലിലെ തെരുവുകളിലേക്ക് പ്രതിഷേധ പ്രകടനവുമായി കടന്നുവന്നു. കാനഡയെ അനുകൂലിക്കുന്ന പാശ്ചാത്യ സൈനിക സഖ്യത്തിന് നേർക്കും അവർ പ്രതിഷേധ പ്രകടനങ്ങൾ നടത്തി. പ്രതിഷേധക്കാർ വാഹനങ്ങൾ കത്തിച്ചു, പോലീസ് ഉദ്യോഗസ്ഥരെ ആക്രമിച്ചു, ജനൽ ചില്ലകൾ കല്ലേറുകൾ കൊണ്ട് തകർത്തു. പ്രതിഷേധത്തിനിടയിൽ പുകബോംബുകളും പടക്കങ്ങളുമൊക്കെ പൊട്ടിച്ചിതറുന്നത് കാണാമെന്നാണ് കനേഡിയൻ മാധ്യമങ്ങൾ എഴുതിയിരിക്കുന്നത്. ലെബനീസ് ഇറാനിയൻ പതാകകളും കമ്മ്യൂണിസ്റ്റ് ചിഹ്നമായ അരിവാളും ചുറ്റികയുമേന്തിയായിരുന്നു പലസ്തീൻ അനുകൂലികളുടെ ഈ പ്രകടനം. ചില പ്രതിഷേധക്കാർ അറബിയിൽ ഇന്തിഫാദ എന്നെഴുതിയ ബാനർ ഉയർത്തിപ്പിടിച്ചു. അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി ഇക്കഴിഞ്ഞ ദിവസം പുറപ്പെടുവിച്ച നെതന്യാഹുവിന് നേർക്കുള്ള അറസ്റ്റ് വാറന്റ്. ഇത് പരാമർശിക്കുന്ന നെതന്യാഹു ടു ഹേഗ് എന്നെഴുതിയ ബാനറുകളും അവർ ഉയർത്തിപ്പിടിച്ചിരുന്നു. വാറന്റിന്റെ അടിസ്ഥാനത്തിൽ നെതന്യാഹുവിനെ അറസ്റ്റ് ചെയ്യണമെന്നവർ കാനഡയോട് പറഞ്ഞു. ഹാലിഫാക്സിൽ നടന്ന ഒരു സമ്മേളനത്തിൽ കാനഡയുടെ പ്രതിരോധ മന്ത്രി ബിൽ ബ്ലെയർ പറഞ്ഞു, ഇത് അരാജകത്വമാണ്. മോൺട്രിയൽ നഗരത്തിൽ പ്രതിഷേധക്കാർ പ്രകടിപ്പിച്ച അക്രമങ്ങളും വിദ്വേഷങ്ങളുമൊക്കെ അനുവദിക്കാൻ പാടില്ല. ഇത്തരം പ്രവർത്തനങ്ങൾ ഞങ്ങൾ വെച്ചുപൊറുപ്പിക്കില്ല എന്നാണ് മന്ത്രി പറഞ്ഞത്. വിദ്വേഷവും യഹൂദവിരുദ്ധതയും രാജ്യത്ത് പ്രചരിപ്പിക്കാൻ അനുവദിക്കില്ല. അക്രമത്തിന്റെയും വിദ്വേഷത്തിന്റെയും അരാജകത്വത്തിന്റെയും ഒക്കെ ഭയാനകമായ പ്രകടനമാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ജൂത കനേഡിയൻ സംഘടന പറയുന്നു. കാനഡയിലെ രാഷ്ട്രീയ നേതാക്കൾ ഇക്കാര്യത്തിൽ ശക്തമായി ഇടപെടണം. രാഷ്ട്രീയ നേതാക്കൾ ഉണർന്നു പ്രവർത്തിക്കണം. സർക്കാർ കൂടുതൽ കാര്യക്ഷമമായി ഇക്കാര്യം ശ്രദ്ധിക്കണമെന്നും ജൂത സംഘടന പറഞ്ഞു. അവർ തീപിടിപ്പിച്ച് ഞങ്ങളുടെ ബിസിനസ്സുകൾ തകർക്കുന്നു. ജൂത കനേഡിയന്മാർക്ക് അവരുടെ സ്വന്തം രാജ്യത്ത് സുരക്ഷിതമല്ല എന്ന തോന്നലാണ് ഞങ്ങൾക്കിപ്പോൾ. നമ്മുടെ രാഷ്ട്രീയ നേതാക്കൾ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു. ഇത് അനുവദിക്കണം. പോലീസ് നിയമം നടപ്പിലാക്കണം. നിരവധി ഇസ്രായേൽ വിരുദ്ധ പ്രകടനങ്ങളാണ് കാനഡയിൽ ഇപ്പോൾ നടക്കുന്നത്. പലസ്തീൻ അനുകൂലികൾ എന്ന പേരിൽ ഇസ്രായേൽ വിരുദ്ധർ തന്നെയാണ് ഇത്തരം പ്രകടനങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നതും. ഫൈനൽ സൊല്യൂഷൻ നിങ്ങളുടെ വഴിക്ക് വരുന്നു എന്ന് ബാനറുകൾ എഴുതിയ മറ്റൊരു പ്രകടനം. അവസാനത്തെ പരിഹാരമെന്നാണ് അവർ തങ്ങളുടെ ബാനറുകളിൽ എഴുതിയിരുന്നത്. ഇത് ഹോളോകോസ്റ്റിന്റെ ഓർമ്മപ്പെടുത്തലാണ്. കൂട്ടക്കുരുതിക്കുള്ള സമയമായി എന്നർത്ഥം. മോൺട്രിയലിലെ അക്രമങ്ങൾക്ക് നേതൃത്വം കൊടുത്തയാളെ ചോദ്യം ചെയ്തപ്പോൾ ഇയാൾ ജൂത ജനറൽ ഹോസ്പിറ്റലിൽ സ്ഥിതി ചെയ്യുന്ന കനേഡിയൻ കോഫി ശൃംഖലയായ സെക്കൻഡ് കപ്പിന്റെ 2 ഫ്രാഞ്ചൈസി ഉടമയാണ് എന്ന് തിരിച്ചറിഞ്ഞു. തുടർന്ന് ആ സ്ഥലങ്ങൾ അടച്ചുപൂട്ടുകയും ഉടമയുടെ കരാർ അവസാനിപ്പിക്കുകയാണ് എന്ന് കമ്പനി പ്രഖ്യാപിക്കുകയും ചെയ്തു. ജീവനക്കാർക്ക് ഞങ്ങൾ ശമ്പളം നൽകും, പക്ഷേ പുതിയ മാനേജ്മെന്റിന് കീഴിലാവും ഇനി ആ കടകൾ പ്രവർത്തിക്കുക. മോൺട്രിയലിൽ നാറ്റോ വിരുദ്ധ കലാപങ്ങളും ഇക്കഴിഞ്ഞ ദിവസം പലസ്തീൻ അനുകൂലികൾ നടത്തി. യഹൂദവിരുദ്ധ പ്രകടനങ്ങൾ മാത്രമല്ല, നാറ്റോയ്ക്കെതിരെയും അവർ ശക്തമായ മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നു. ദേശീയ സുരക്ഷയെ തടസ്സപ്പെടുത്തുന്ന പ്രകടനങ്ങളാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ നടക്കുന്നത്. ഇക്കാര്യത്തിൽ കാനേഡിയൻ ഭരണകൂടം കൂടുതൽ ജാഗ്രത പുലർത്തണമെന്ന് ഇസ്രായേൽ പറഞ്ഞു. ജൂതന്മാർക്കെതിരെ ശക്തമായ പ്രതിഷേധമാണ് പല സ്ഥലങ്ങളിലും പലസ്തീൻ അനുകൂലികൾ നടത്തുന്നത്. മോൺട്രിയലിൽ മറ്റു പല ഭാഗങ്ങളിലും ഇത്തരം പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. ഒരു ഇസ്രയേലി ചലച്ചിത്രകാരന്റെ സിനിമയുടെ പ്രദർശനം ഡോക്യുമെന്ററി ഫിലിം ഫെസ്റ്റിവൽ റദ്ദാക്കി. ഇസ്രയേലി കനേഡിയൻ ഡാനിയലോണിന്റെ റൂൾ ഓഫ് സ്റ്റോൺ എന്ന സിനിമ ഇസ്രയേലി നയത്തെ അംഗീകരിക്കുന്നതാണെന്നും അത് കാനഡയിൽ പ്രദർശിപ്പിക്കരുത് എന്നുമായിരുന്നു പലസ്തീൻ അനുകൂലികളുടെ ആവശ്യം. ഫെസ്റ്റിവൽ വെബ്സൈറ്റിൽ പറയുന്ന വിവരങ്ങൾ അനുസരിച്ച് ഇസ്രായേൽ തലസ്ഥാനത്തെ കെട്ടിടങ്ങളുടെ മുൻഭാഗമായി കാണിക്കുന്നത് ജെറുസലേമിലെ കല്ലുകളാണ്. അത് പലസ്തീനിയൻ ചരിത്രത്തിന്റെ മായ്ച്ചുകളയലാണ്. അതിലെ ജനങ്ങളെ ക്രമേണ ഒഴിവാക്കലും
ആ കെട്ടിടങ്ങളുടെയും വസ്തുവിദ്യകളുടെയും ഒക്കെ വൈരുദ്ധ്യങ്ങളും പലപ്പോഴും അദൃശ്യമായ അക്രമങ്ങളാണ് വെളിപ്പെടുത്തുന്നത് എന്ന് പലസ്തീൻ അനുകൂലികൾ. തുടർന്ന് എലോൺ സിനിമ പിൻവലിക്കുകയായിരുന്നു ചെയ്തത്. ഇത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരിക്കുന്നു. എലോൺ ഒരു ഇസ്രായേൽ കനേഡിയൻ ചലച്ചിത്ര നിർമ്മാതാവാണ്. ഇവരുടെ സിനിമകൾ ഫിലിം ഫെസ്റ്റിവലിൽ ഉൾപ്പെടുത്തിയിരുന്നു. ടൊറന്റോയിൽ നടന്ന ഒരു പ്രകടനത്തിൽ യഹിയ സിൻവറിന്റെ വേഷം ധരിച്ചുകൊണ്ട് ചില പ്രകടനക്കാർ അണിനിരന്നു. പ്രകടനത്തിൽ ഒരു ഇസ്രായേൽ സൈനികൻ അവനെ കൊല്ലുന്നതിന് തൊട്ടു മുൻപ് സൗജന്യ വിമാനങ്ങൾ എന്നെഴുതിയ ഒരു ബോർഡ് പിടിച്ചിരിക്കുന്നു. ആംസ്റ്റർഡാമിലേക്ക് എന്നാണ് ബോർഡിൽ എഴുതിയിരിക്കുന്നത്. ഈ മാസമാദ്യം ഇസ്രയേലി ഫുട്ബോൾ ആരാധകർക്കെതിരെ ആംസ്റ്റർഡാമിൽ വെച്ച് വലിയ ക്രൂരമായ ആക്രമണങ്ങൾ നടന്നിരുന്നു. ജൂതവികാരം ഇപ്പോൾ ശക്തമാവുകയാണ് കാനഡയുടെ പല ഭാഗങ്ങളിലും. കുടിയേറ്റക്കാരിലെ ഒരു വിഭാഗം പലസ്തീൻ അനുകൂലികളായി ശക്തിപ്പെടുന്നതാണ് ജൂതവിരോധത്തിനുള്ള കാരണം. കാനഡയിൽ ജൂതർക്കെതിരെ കുറ്റകൃത്യങ്ങൾ വൻതോതിൽ വർദ്ധിക്കുന്നു എന്ന റിപ്പോർട്ടുമായി ഇസ്രയേൽ മുൻപ് രംഗത്തെത്തിയിരുന്നു. ഒക്ടോബർ 7 ഹമാസ് ആക്രമണത്തിനു ശേഷം കുറ്റകൃത്യങ്ങൾ വലിയ രീതിയിൽ കാനഡയിൽ വർദ്ധിച്ചു വരുന്നു. ഇസ്രായേലി പ്രവാസികാര്യ മന്ത്രാലയമായിരുന്നു അന്ന് റിപ്പോർട്ട് പുറത്തുവിട്ടത്. ജൂതവിരുദ്ധ ഇസ്രായേൽ വിരുദ്ധ സംഭവങ്ങൾ കാനഡയിൽ വർദ്ധിക്കുകയാണ്. ഒക്ടോബർ 7 ശേഷം ജൂതവിരുദ്ധ അക്രമങ്ങളിൽ 670% വർധനവാണ് കാനഡയിൽ വന്നിരിക്കുന്നത്. ജൂത സ്ഥാപനങ്ങൾക്ക് നേരെ വെടിവെപ്പ്, സിനഗോഗുകൾക്കും കമ്മ്യൂണിറ്റി സെന്ററുകൾക്കുമെതിരായ ആക്രമണം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടുന്നു. ടൊറന്റോയിൽ 2023 വിദ്വേഷ കുറ്റകൃത്യങ്ങളിൽ 19% ജൂതരെയായിരുന്നു ലക്ഷ്യമിട്ടിട്ടുള്ളത് എന്ന് ഇസ്രായേൽ റിപ്പോർട്ട്. നേരത്തെ ടൊറന്റോയിൽ സ്കൂളിന് പുറത്ത് ഒരു ജൂത പെൺകുട്ടിക്ക് നേരെ വെടിയേറ്റ സംഭവമുണ്ടായിരുന്നു. ഇക്കാര്യത്തിൽ കനേഡിയൻ പോലീസിന്റെ അന്വേഷണം തുടരുകയാണ് എന്ന് ഇസ്രായേൽ റിപ്പോർട്ട്. ജൂതർക്കെതിരെയുള്ള കുറ്റകൃത്യങ്ങളിൽ മൗനം പാലിക്കില്ല എന്ന് നേരത്തെ തന്നെ ജസ്റ്റിൻ ട്രൂഡോ വ്യക്തമാക്കിയിരുന്നു. കാനഡയും ഇസ്രയേലും തമ്മിലുള്ള നയതന്ത്ര ബന്ധം അതിന്റെ ഏറ്റവും വലിയ സംഘർഷാവസ്ഥയിലേക്ക് കടക്കുന്നു. രാജ്യാന്തര ക്രിമിനൽ കോടതിയുടെ വിധി നടപ്പാക്കാൻ തങ്ങൾക്ക് ഉത്തരവാദിത്തമുണ്ട് എന്ന് ഇക്കഴിഞ്ഞ ദിവസം കാനഡ വ്യക്തമാക്കിയിരുന്നു. ബെഞ്ചമിൻ നെതന്യാഹു കനേഡിയൻ മണ്ണിലെത്തിയാൽ അറസ്റ്റ് ചെയ്യും എന്നും കാനഡ പറഞ്ഞിരുന്നു. ഇതിന് പിന്നാലെയാണ് പലസ്തീൻ അനുകൂലികളുടെ ജൂതവിരുദ്ധ പ്രകടനങ്ങളും ജൂതന്മാർക്ക് നേരെയുള്ള അക്രമങ്ങളുമൊക്കെ ശക്തിപ്പെടുന്നത്. ഇക്കഴിഞ്ഞ ദിവസം ദുബായിൽ ഒരു ജൂത പുരോഹിതനെ ഇറാൻ അനുകൂല തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോവുകയും കൊലപ്പെടുത്തുകയും ചെയ്തിരുന്നു. ദുബായിൽ നിന്ന് 150 കിലോമീറ്റർ അകലെ അലൈനിൽ വെച്ചാണ് ഈ ക്രൂര സംഭവം നടന്നത്. ഈ തീവ്രവാദ കൊലപാതകം പിന്നീട് യുണൈറ്റഡ് അറബ് എമിറേറ്റുകളെ അന്താരാഷ്ട്ര തലക്കെട്ടുകളിലേക്ക് എത്തിച്ചു. ഇസ്രായേലി ദൂതനായ പുരോഹിതനെയാണ് തീവ്രവാദികൾ കൊലപ്പെടുത്തിയത്. ഇറാൻ ഒരു ഹിറ്റ് സ്ക്വാഡിനെ ഇത്തരമൊരു ദൗത്യത്തിനായി അയക്കുകയായിരുന്നുവെന്നാണ് ഇപ്പോൾ പ്രാഥമിക വിവരം. 2010 ജനുവരിയിൽ ഹമാസ് ഭീകരൻ മഹ്മൂദ് അൽ മഹൂദിനെ ദുബായിലെ ഒരു ഹോട്ടലിൽ വെച്ച് അജ്ഞാതർ കൊലപ്പെടുത്തിയിരുന്നു. ഈ കൊലപാതകത്തിന് പിന്നിൽ മൊസാദാണ് എന്ന വാർത്തകൾ മാധ്യമങ്ങളിൽ നിറഞ്ഞിരുന്നു. കൊലപാതകത്തെ തുടർന്ന് ഇസ്രായേൽ UAE ബന്ധങ്ങളിൽ വലിയ വിള്ളലുകൾ വീണു. 2020 എബ്രഹാം ഉടമ്പടി ഒപ്പിടുന്നതുവരെ ഈ സംഘർഷം അവർക്കിടയിൽ നിലനിന്നു. യഹൂദ പുരോഹിതൻ UAEയിൽ കൊല്ലപ്പെട്ട സംഭവത്തിൽ ആഗോളതലത്തിൽ വൻ പ്രതിഷേധമാണ് ഉയരുന്നത്. ഇസ്രായേൽ പൗരനായ റബ്ബി സി കോഗനാണ് കൊല്ലപ്പെട്ടത്. റബ്ബിയുടെ കൊലപാതകത്തെ അമേരിക്ക ശക്തമായി അപലപിച്ചു. ഇത് UAEക്ക് അന്താരാഷ്ട്ര തലങ്ങളിൽ വലിയ ക്ഷീണം ചെലുത്തി. വ്യാഴാഴ്ച മുതലാണ് ഇദ്ദേഹത്തെ കാണാതായത്. ഒടുവിൽ ഇന്നലെ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു. കുറെ കാലമായി UAE കേന്ദ്രീകരിച്ചാണ് കോഗന്റെ പ്രവർത്തനങ്ങൾ. ഇദ്ദേഹത്തിന് ഭീഷണിയുള്ളതായി ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ പോലീസിന് മൊഴി നൽകി. കൊലപാതകവുമായി ബന്ധപ്പെട്ട 3 പേരെ UAE പോലീസ് കസ്റ്റഡിയിലെടുത്തുവെന്നതാണ് പ്രാഥമിക വിവരം. ആക്രമണത്തിന് പിന്നിൽ ഇറാനാണ് എന്ന് ഇസ്രായേൽ ആരോപിച്ചു. ഇറാന്റെ പിന്തുണയോടെ ഉസ്ബെക്കിസ്ഥാൻ പൗരന്മാരാണ് കൊലപാതകം നടത്തിയത്. ഇവർ തുർക്കിയിലേക്ക് കടന്നുവെന്നും ഇസ്രായേൽ വ്യക്തമാക്കി. കുറ്റവാളികൾ എവിടെ ഒളിച്ചാലും അവരെ തേടിപ്പിടിച്ച് അവർ അർഹിക്കുന്ന ശിക്ഷ നൽകിയിരിക്കും എന്ന് ഇസ്രായേൽ വ്യക്തമാക്കി കഴിഞ്ഞു. ഒരു വശത്ത് കാനഡയിൽ ജൂതന്മാർക്കെതിരായ വികാരപ്രകടനങ്ങളും പ്രതിഷേധങ്ങളുമൊക്കെ ഓരോ ദിവസവും ശക്തിപ്പെടുന്നു. മറുവശത്ത് ഏറെ സുരക്ഷിതമെന്ന് ജൂതന്മാർ കരുതുന്ന UAEയിലും സമാനമായ സംഭവങ്ങൾ. ഒരു ജൂത പുരോഹിതനെ കൊലപ്പെടുത്തുന്നതിൽ വരെ കാര്യങ്ങൾ ചെന്നെത്തി നിൽക്കുന്നു. UAEയിലേക്ക് പൗരന്മാർ യാത്ര പോകരുത് എന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിക്കഴിഞ്ഞു. 2020 23 ഇടയിൽ 1 ദശലക്ഷത്തിലധികം ഇസ്രായേലി പൗരന്മാരാണ് UAE സന്ദർശിച്ചത്. അതുകൊണ്ട് തന്നെ UAEയുടെ വിനോദസഞ്ചാര മേഖലയ്ക്കും ഇത് ക്ഷീണമുണ്ടാക്കും. UAE സുരക്ഷിതമായി നിൽക്കുക ആ ഭരണകൂടത്തിൻ്റെ ആവശ്യമാണ്. കാനഡയിൽ ജസ്റ്റിൻ ട്രൂഡോ
കുത്തഴിഞ്ഞ നിലയിലാണ് ഭരണം നിർവഹിക്കുന്നതെന്നും അതുകൊണ്ട് തന്നെ കുടിയേറ്റക്കാർ അവിടെ അഴിഞ്ഞാടുന്നുവെന്നും ആരോപണങ്ങൾ ശക്തമാണ്. അതിനിടയിലാണ് ഇത്തരം ജൂതവിരുദ്ധ നീക്കങ്ങൾ. അമേരിക്ക കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ യഹൂദ ജനതയുള്ളതും ഇതേ കാനഡയിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ സൂക്ഷ്മതയോടെയാണ് ജസ്റ്റിൻ ട്രൂഡോ കരുക്കൾ നീക്കുന്നത്. നേരത്തെ ഇന്ത്യയുമായുള്ള നയതന്ത്ര ബന്ധം ഏറെ തകർന്ന നിലയിലായിരുന്നു കാനഡ. ഇപ്പോഴിതാ മോദിയുമായി കൂടുതൽ അടുക്കാനുള്ള തന്ത്രങ്ങൾ പയറ്റുന്നു മറുവശത്ത് കാനഡ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടക്കമുള്ളവർക്ക് കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധമുണ്ട് എന്ന് റിപ്പോർട്ട് തയ്യാറാക്കിയ ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി തള്ളിപ്പറഞ്ഞിരിക്കുന്നു കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ. വ്യാജ റിപ്പോർട്ട് തയ്യാറാക്കിയ ഇന്റലിജൻസ് ഉദ്യോഗസ്ഥർ ക്രിമിനലുകളാണ് എന്ന് ട്രൂഡോ തുറന്നടിച്ചു. പ്രധാനമന്ത്രി മോദിക്കും വിദേശകാര്യമന്ത്രി ജയശങ്കറിനും കനേഡിയൻ മണ്ണിൽ നടന്ന ആക്രമണങ്ങളുമായി ബന്ധമുണ്ട് എന്നതിന് തെളിവില്ല എന്ന് കാനഡ വ്യക്തമാക്കുന്നു. വ്യാജ റിപ്പോർട്ട് മാധ്യമങ്ങൾക്ക് ചോർത്തി നൽകിയ സംഭവത്തെയും ട്രൂഡോ തള്ളിപ്പറഞ്ഞു. ചുരുക്കത്തിൽ ഇസ്രയേലുമായുള്ള ബന്ധങ്ങൾക്കിടയിൽ ഇന്ത്യയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ ജസ്റ്റിൻ ട്രൂഡോ. ജൂതവിരുദ്ധത ഒരു കാരണവശാലും വെച്ചു പൊറുപ്പിക്കില്ല എന്നാണ് ജസ്റ്റിൻ ട്രൂഡോ പലസ്തീൻ അനുകൂലികളോട് വ്യക്തമാക്കുന്നതും. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈഡ്.